പൈൽസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടെസ്റ്റുകൾ അതിൻ്റെ കൂടുതൽ ചെയ്യാറുണ്ട്. ഒന്ന് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും, ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും, ഒരു സിഗ്മോഡോസ്കോപ്പി ചെയ്യും. എന്തുകൊണ്ട് ചെയ്യുന്നു വെച്ചാൽ ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ ഒന്ന് ഷുഗർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഷുഗർ ഉണ്ടെങ്കിൽ കുടലിന്റെ മൂവ്മെന്റിൽ കുറച്ച് ഇഷ്യൂസ് വരാം, അതുകൊണ്ട് പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട്. തൈറോയ്ഡ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, അതുകൊണ്ട് പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പൈൽസിന്റെ റീസൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ് ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകൾ. പിന്നെ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലിവർ ഡിസീസുകളും ഉണ്ടോ, ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, പൈൽസ് ഉണ്ടാവും, ബ്ലീഡിംഗ് റിസ്ക് ഉണ്ടാവാം. പല സ്ഥലത്തും ഇങ്ങനെ രക്തക്കുഴൽ വികസിക്കാൻ ലിവർ ഡിസീസിൽ കാണാറുണ്ട്. വേറെ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട് നമ്മൾ ചിലപ്പോൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് സിഗ്മോഡോസ്കോപ്പിയാണ്. സിഗ്മോഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു എൻഡോസ്കോപ്പിന്റെ സഹായത്തോടെ മലാശയവും ഇടതുവശത്തെ കോളനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനാണ് സിഗ്മോഡോസ്കോപ്പി എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ, ലൈക്ക് സോളിറ്ററി റെക്ടൽ അൾസർ, മലാശയത്തിൽ അൾസറുകൾ ഉണ്ടോ, മാലിഗ്നൻസി ഉണ്ടോ, ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് സിഗ്മോഡോസ്കോപ്പിയും ചെയ്യുന്നത്. ഐഡിയലി ഇതൊരു പൈൽസ് എന്നുള്ളത് ഒരു പേഴ്സണൽ അസുഖമല്ല, മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാനാണ് ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. അതല്ലാതെ സ്ട്രേറ്റ് അവേ നമ്മൾ പൈൽസിനെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് രീതിയല്ല.